ഈ പുഴയും കടന്ന് ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മുത്തശ്ശിയെടുത്ത് വന്നിരുന്ന് കാവേരി സംസാരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവളുടെ അസുഖമൊക്കെ മാറാൻ ഞങ്ങളുടെ കൊച്ചുമോൻ തന്നെ വിചാരിച്ചാൽ മതി. അപ്പം അതെന്താണെന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. അവനൊരു വിവാഹം കഴിച്ച് കാണണം, അതാണ് അവളുടെ ആവശ്യം. അത് നടത്താമെന്ന് അവൻ സമ്മതിച്ചാൽ അവളുടെ അസുഖമൊക്കെ മാറുമെന്ന് രഘുനാഥൻ പറയുന്നുണ്ട്. അപ്പം കാവേരി ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ കൊച്ചുമോനോട് അങ്ങ് പറഞ്ഞാൽ പോരെ? ഓ, കൊച്ചുമോന് പെൺപിള്ളാരെ ഇഷ്ടമല്ലല്ലോ. സീമ ചേച്ചി പറഞ്ഞായിരുന്നു പെണ്ണുങ്ങളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന്. ഇത് കേട്ടോണ്ടാണ് നരൻ വരുന്നത്. നരനപ്പം മുറിയുടെ പുറത്ത് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ ഇത് ജനിച്ചപ്പം മുതലുള്ള കുഴപ്പമാണോ? ഇനി കൊച്ചുമോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പതുക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നരൻ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. നരൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, മാനസിക പ്രശ്നം വല്ല ആണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് രഘുനാഥൻ്റെ അടുത്ത് കാവേരി ചോദിക്കുന്നുണ്ട്. അപ്പം രഘുനാഥൻ പറയുന്നുണ്ട്, ഇതും ഒരു തരത്തിൽ ഒരു മാനസിക പ്രശ്നമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ കാവേരി പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. എന്നാൽ ഞാൻ പോവുകയാണേ. അതെന്താ മോള് പോകുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നമായാലോ, എന്നെ കണ്ടിട്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ എന്നൊക്കെ കാവേരി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നരൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇനി എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവണ്ട, ഇനി എന്തെങ്കിലും പ്രശ്നമായാൽ തന്നെ കേസ് പോലും എടുക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറയുമ്പം നരന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നരന് വട്ടാന്നാണ് കാവേരി പറയുന്നത്. എന്നാൽ ഞാൻ ഇറങ്ങുക മുത്തശ്ശ, പോയിട്ട് വരാമെന്ന് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, പോയിട്ട് വരത്തില്ല, നിങ്ങൾക്ക് ഞങ്ങളെ കാണണമെങ്കിൽ അങ്ങ് ഔട്ട് ഹൗസിലേക്ക് വന്നാൽ മതി, ഇങ്ങോട്ടിനി വരത്തില്ല എന്ന് കാവേരി പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതൊക്കെയാണെങ്കിൽ നരന് പുറത്ത് നിന്ന് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നരനാണെങ്കിൽ അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വഴക്കിടാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ കാവേരി അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ കാവേരി വീഴാതിരിക്കാൻ നരൻ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കണ്ണിൽ നോക്കി ഇങ്ങനെ കുറച്ചേരം നിൽക്കുകയാണ്. അപ്പം ഇതും കണ്ടുകൊണ്ടാണ് സീമ വരുന്നത്. കയ്യിലൊരു പാത്രമുണ്ട്. ഇത് കാണുന്ന സീമ പെട്ടെന്ന് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ കയ്യിലിരുന്ന പാത്രം എല്ലാം താഴെ വീഴുന്നു. ആ സൗണ്ട് കേട്ട് നരൻ കാവേരിക്ക് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും നരൻ എന്നും പറഞ്ഞിട്ട് കാവേരി അങ്ങ് വിടുന്നുണ്ട്. അപ്പോൾ കാവേരി താഴെ ചെന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് ദേഷ്യം അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സീമയാണെങ്കിൽ ഇങ്ങനെ കാവേരി നോക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും നരൻ മുറിയിൽ ചെന്ന് അവിടെ എന്താ മോനെ ബഹളം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, സീമയുടെ കയ്യിൽ നിന്ന് പാത്രം വീണയാണെന്ന് നരൻ പറയുന്നുണ്ട്. മുത്തശ്ശി ചെറിയമ്മ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിയുടെ ആവശ്യം എന്താ ഇപ്പം? ഞാനൊരു വിവാഹം കഴിക്കണമെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, എനിക്കും നിൻ്റെ മുത്തശ്ശിനും വേണ്ടുന്നത് നിന്നെ വിവാഹം കഴിച്ച് കാണണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പം ഇത് കേൾക്കുമ്പോൾ നരൻ കുറച്ച് വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്, ശരി, ഞാൻ വിവാഹത്തിന് തയ്യാറാണ്, മുത്തശ്ശി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളം പറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് നരൻ അവിടെ നിന്ന് എണീച്ച് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി നല്ല സന്തോഷമാകുന്നുണ്ട്. സീമയ്ക്ക് അതുപോലെ സന്തോഷമാകുന്നുണ്ട്. അപ്പം മുത്തശ്ശിയുടെ സന്തോഷം കണ്ടിട്ട് സീമ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഇപ്പം പെട്ടെന്ന് കുഞ്ഞെന്താ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത്, അതെന്താടെ കാര്യം? അതേ, ഇവിടുത്തെ കുഞ്ഞിന് അപ്പുറത്തെ ഇപ്പം ഇവിടുന്ന് പോയ ആ കുഞ്ഞിനോട് ഇഷ്ടമുണ്ട്, കാവേരിയോട് ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയാണ്. അത് നിന്നോട് ആര് പറഞ്ഞെന്ന് മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുകയാണ്. ഇവിടുത്തെ കുഞ്ഞ് ആ കാവേരി താഴെ വീഴാൻ ഒരുങ്ങിയപ്പം കയറി പിടിച്ച് ഞാൻ കണ്ടതാ. രണ്ടുപേരും കുറേ നേരം കണ്ണിൽ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ടായിരിക്കും മുത്തശ്ശി മിക്കാറ് ഇവിടുത്തെ കുഞ്ഞ് വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആരായാലും വേണ്ടില്ല, ആ കൊച്ച് നല്ലൊരു കൊച്ചാണ്, എൻ്റെ നരന് നന്നായിട്ട് ചേരും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. രഘുനാഥൻ പറയുന്നുണ്ട്, നിനക്ക് നല്ല സന്തോഷമായില്ലേ അവൻ വിവാഹത്തിന് സമ്മതിച്ച്? അതുപോലെ പെൺകുട്ടിയെയും കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെന്താ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നരൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം കാവേരി നേരെ ഹോസ്പിറ്റലിൽ വരികയാണ്. കാവേരി ആകപ്പാടെ വിഷമത്തിലാണ്. നിളയുടെ ഓപ്പറേഷൻ നടന്നിട്ടില്ല, അതിനുള്ള കാശ് ഇതുവരെ കണ്ടെത്തിയില്ല. ഡോക്ടർ ഓപ്പറേഷൻ നടത്തുന്ന കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുന്ന് കാശ് കണ്ടെത്തണം. അങ്ങനെ ആകപ്പാടെ വിഷമത്തിലാണ് കാവേരി. അങ്ങനെ കാവേരി അവിടെ ഫ്രണ്ട് ഓഫീസിലിരിക്കുകയാണ്. ഈ സമയത്ത് മുറിയിൽ നിവിനും കൂടെ പരിചരിക്കാൻ വേണ്ടി രാഗിണിയുണ്ട്. അപ്പോൾ രാഗിണി ഭയങ്കര സന്തോഷത്തോടെ ഓറഞ്ചൊക്കെ പൊളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നീ ഇവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല, നിൻ്റെ അച്ഛൻ കാരണമാണ് ഞാൻ ഈ ഗതിയിലായത്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാഗിണി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഭാര്യയല്ലേ, അപ്പം നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കേണ്ടത്, നീ എൻ്റെ ഭാര്യയോ? ആര് പറഞ്ഞ നീ എൻ്റെ ഭാര്യയാണെന്ന്? ആവശ്യമില്ലാത്ത പറയലെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നീ ഓറഞ്ച് കഴിക്ക്, അച്ഛൻ ചെയ്തത് എന്തായാലും ഉപകാരപ്പെട്ട്, എനിക്ക് നിന്നെ കുറച്ച് ദിവസം ശുശ്രൂഷിക്കാമല്ലോ എന്നൊക്കെ രാഗിണി പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണമെന്നും പറഞ്ഞ് നിവിൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അങ്ങനെ ഓറഞ്ചൊക്കെ പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നിവിൻ അവിടുന്ന് ചാടി എണീച്ച് അതൊക്കെ തട്ടിക്കളഞ്ഞ് റൂമിന് പുറത്തേക്ക് വരികയാണ്. അപ്പം കാവേരി ആണെങ്കിൽ അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരിപ്പുണ്ടായിരുന്നു. കാവേരി കാണുന്നുണ്ട് നിവിൻ ഇങ്ങനെ മുടന്തി പോകുന്നതും. നീ എൻ്റെ ഭാര്യയോ? ആര് പറഞ്ഞ നീ എൻ്റെ ഭാര്യയാന്ന്? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. രാഗിണിയാണെങ്കിൽ പുറകെ ഓടി വരുന്നുണ്ട്, നിവിൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കാവേരി അവിടെ ഇരിക്കുന്നുണ്ട്. നിവിൻ ഇങ്ങനെ മുടന്തി വരുന്നത് കാവേരി കാണുന്നുണ്ട്.